ഈ വർക്ക് ലൈഫ് പേഴ്സണൽ ലൈഫ് ഇതെങ്ങനെയൊക്കെ ഒരുപോലെ കൊണ്ടുപോകാന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി. സംഭവം ഞാൻ ഈ അടുത്താണ് അതൊക്കെ പഠിച്ചു തുടങ്ങിയത്. ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന കമ്പനിയൊക്കെ ഇരിക്കണമെന്ന് വെച്ചാൽ ദുബായിലെ നല്ല പ്രൈം ലൊക്കേഷനുകളിലായിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ അവിടെ പണിയായിരിക്കും. ഈ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. പുറമേ നിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ പറയും, ഓ അവൻ വർക്ക് ചെയ്യണത് ബിസിനസ് ബേല അല്ലെങ്കിൽ അവൻ വർക്ക് ചെയ്യണത് ഡൗൺ ടൗണിലാന്നൊക്കെ പറയുമ്പോൾ കിഡിലെ ലൊക്കേഷനാണല്ലോ, അപ്പം നല്ല വർക്ക് സ്റ്റൈലും എന്താ പറയുക നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാവുന്ന വിചാരം. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ നടക്കണമെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഭൂരിഭാഗം ഉള്ളൂ. എൻ്റെ കുറേ ഫ്രണ്ട്സ് 5 മണി 5:30 വരെ ഓഫീസുള്ളെങ്കിലും വീട്ടിലെത്തുമ്പോൾ ഒരു 10 മണി 11 മണിക്ക് ആവും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പേഴ്സണൽ ലൈഫ് ഉണ്ടോ, അത് എൻജോയ് ചെയ്യാൻ പറ്റണോ എന്ന് ചോദിക്കും. പറയും വേറൊരു വഴിയില്ലേ ബ്രോ എന്ന്. ഒക്കെ ഒരു കമ്പനി ആകുമ്പോൾ വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോർമലാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം തലയിൽ വെച്ചിട്ട് എന്തിനാണ് പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ജോലി സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുബായിൽ നിന്നല്ല, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ജോലി ചെയ്തിട്ടും ഒരു കാര്യമില്ല.